മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറിയെന്ന റവന്യൂ വകുപ്പ്. വിജിലൻസ് കണ്ടെത്തൽ ശരിവെക്കുന്നതാണ് റവന്യൂ വകുപ്പിന്റെ ഈ റിപ്പോർട്ട്. പട്ടയത്തിൽ ഉള്ളതിനേക്കാൾ 50 സെന്റ് ഭൂമി അധികം മാത്യു കുഴൽനാടൻ കയ്യേറി. ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ് ഇടുക്കിയിൽ നിന്നും. ജോസിൽ, വലിയൊരു ക്രമക്കേടിന്റെ ഒക്കെ തന്നെ ചുരുളഴിയുകയാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തൽ ശരിവെക്കുന്ന റിപ്പോർട്ട് റവന്യൂ വകുപ്പ് അത് പുറത്തുവിടുന്നു. എന്തൊക്കെയാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്? ആതിര, കഴിഞ്ഞ ദിവസം തൊടുപുഴ മുട്ടത്തുള്ള ഇടുക്കി ജില്ലാ വിജിലൻസ് ഓഫീസിൽ വിജിലൻസ് ഡിവൈഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിൽ 3 മണിക്കൂറോളം നേരമാണ് മാത്യു കുഴൽനാടൻ MLA ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് വിജിലൻസ് നടത്തിയത്. ഒന്നാമത്തെ കാര്യം, ഈ ഭൂമി തന്നെ കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്ത മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടതായിരുന്നുവെന്ന് അറിഞ്ഞിട്ടാണോ ഇടപാട് നടത്തിയത് എന്ന ചോദ്യമായിരുന്നു. അതറിഞ്ഞില്ലായിരുന്നുവെന്നും ലഭ്യമായ രേഖകൾ പരിശോധിച്ചിട്ടാണ് ഇടപാട് നടത്തിയതും എന്നായിരുന്നു മാത്യു കുഴൽനാടൻ മറുപടി. പിന്നീട് വിജിലൻസ് കണ്ടെത്തിയ കാര്യമാണ് മാത്യു കുഴൽനാടന്റെ കൈവശത്തിൽ ഉള്ളതിലും, അതായത് ആധാരത്തിലുള്ളതിലും കൂടുതൽ ഭൂമി അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്നുള്ളതായിരുന്നു. 50 സെന്റ് ഭൂമി പട്ടയത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കൈവശമുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തി. ഇതിന്റെ ഭാഗമായിട്ടാണ് വിജിലൻസ് വിഭാഗം താലൂക്ക് സർവേയറുടെ സഹായത്തോടെ നടത്തിയ സർവേയിലാണ് കൈവശം വെച്ചിരുന്ന പട്ടയഭൂമിയോടൊപ്പം 50 സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് വിജിലൻസ് വിഭാഗം ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസീൽദാർക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിൽ അനധികൃതമായി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയതായി റവന്യൂ വകുപ്പിനും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതോടെയാണ് തുടർ നടപടികൾ തേടി ലാൻഡ് റവന്യൂ തഹസീൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ മൂന്നാർ മിഷനുമായി ബന്ധപ്പെട്ട അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായി നടപടികൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ കുഴൽനാടൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഈ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് കടക്കും എന്നാണ് കരുതുന്നത്. ആതിര, ജോസിൽ, അതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വിജിലൻസ് മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്തതിന് സാഹചര്യമുണ്ടായത്. അപ്പോൾ തന്നെ ഇത്തരത്തിലൊരു 50 സെന്റ് ഭൂമി അധികം കയ്യേറി എന്ന തരത്തിലൊരു വിജിലൻസിലെ കണ്ടെത്തൽ, പ്രാഥമിക കണ്ടെത്തൽ ഉണ്ടായ ഒരു സാഹചര്യമുണ്ടായത്. അത് മാത്രമായിരുന്നില്ല, ഈ ഭൂമി രജിസ്റ്റർ ചെയ്തതിലും ഒരു ക്രമക്കേട് ആ ഒരു ഘട്ടത്തിൽ വിജിലൻസ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഈ ഒരു റിപ്പോർട്ടിന്റെ പരാമർശത്തിൽ ഏറെ പ്രാധാന്യം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും ആതിര, ഈ രജിസ്റ്റർ ചെയ്തതിനകത്ത് വ്യാപകമായ ക്രമക്കേടുകൾ മാത്യു കുഴൽനാടനും സംഘവും നടത്തിയിട്ടുണ്ട്. കാരണം പല രേഖകളും മറച്ചു വെച്ചിട്ടാണ് ഈ ആധാരം തന്നെ നടത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമിയാണ്, കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഭൂമിയാണ്. അതാണ് ആധാരം നടത്തി ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനകത്ത് ഈ ഭൂമിക്കകത്ത് ഉണ്ടായിരുന്ന രേഖകൾ പലതും, അതായത് 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം, അത് മറച്ചു വെച്ചിട്ടാണ് അവർ ആധാരം നടത്തിയത്. ഏകദേശം 17 ലക്ഷത്തോളം രൂപയാണ് ഈ കെട്ടിടത്തിന് മൂല്യം കണക്കാക്കിയിരുന്നത്. ഉപയോഗശൂന്യമല്ലാത്തമായ കെട്ടിടമാണ് എന്നൊക്കെയായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം. പക്ഷേ വിജിലൻസ് ആ കെട്ടിടത്തിന്റെ മൂല്യമായി കണക്കാക്കിയിരിക്കുന്നത് 17 ലക്ഷം രൂപയാണ്. ഇങ്ങനെ ഈ ആധാരം നടത്തിയതുമായി ബന്ധപ്പെട്ട് നികുതി തട്ടിപ്പിനടക്കം വ്യാപകമായ ക്രമക്കേടാണ് മാത്യു കുഴൽനാടനും സംഘവും നടത്തിയിരിക്കുന്നത്. ആതിര, അതായത് ജോസിൽ, ഈ പറഞ്ഞു വരുന്ന സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസീൽദാറുടേതാണ്. അതിപ്പോൾ കളക്ടർക്ക് കൈമാറുകയും ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും മാത്യു കുഴൽനാടന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഭൂമി ഉണ്ട് എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു വീണ്ടും ഒരു വിജിലൻസിന് മുമ്പിൽ ഹാജരായി ഒരു മൊഴി നൽകുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ നീളുന്ന സാഹചര്യത്തിലല്ലേ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും ആതിര, കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡിവൈഎസ്പി വിളിച്ചു വരുത്തിയത് ഒരു പ്രാഥമിക അന്വേഷണം മാത്രമാണ്, മൊഴിയെടുപ്പ് എന്നൊക്കെയായിരുന്നു വിജിലൻസ് പറഞ്ഞത്. ആ അന്വേഷണത്തിലാണ് ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ മാത്യു കുഴൽനാടന് കഴിയാതെ വന്നത്. ആ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിലാണ് ഇത്തരം വിവരങ്ങൾ കൂടുതൽ പുറത്തു വന്നത്. കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് റവന്യൂ വകുപ്പിന്റെ അടക്കമുള്ള സഹായം ഇപ്പോൾ വിജിലൻസ് തേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ ശക്തമായ അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ വിജിലൻസ് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ ഒരു നിയമ നടപടിയിലൊക്കെ തന്നെ പോകുന്ന സാഹചര്യം അതിലേക്കൊക്കെ തന്നെ നയിക്കുന്നതല്ലേ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഇപ്പോൾ തന്നെ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയ ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ടല്ലോ.
വിജിലൻസ് കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയ സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഇപ്പോൾ മൂന്നാർ പുതിയ മിഷൻ രൂപപ്പെടുത്തി അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു മിഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇത് റവന്യൂ വകുപ്പ് ഈ സ്ഥലം തന്നെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങും എന്നാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ വിജിലൻസ് അന്വേഷണം തുടരേണ്ടതുണ്ട്. വിജിലൻസ് ശക്തമായ നടപടികൾ ഈ കാര്യങ്ങളിൽ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തേണ്ടത് വിജിലൻസ് ആണ്. വിജിലൻസ് അതിന്റെ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിനോട് ഈ ഭൂമി അളക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളുടെ സഹായം തേടിയിരിക്കുന്നത്. അതിര ശരി, ജോസൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറിയെന്ന റവന്യൂ വകുപ്പ് പറഞ്ഞിരിക്കുകയാണ്. വിജിലൻസിന്റെ കണ്ടെത്തൽ ശരിവെക്കുന്ന തരത്തിൽ റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് അത് പുറത്തു വന്നിരിക്കുകയാണ്. പട്ടയത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് ഭൂമി അത് അധികമായി മാത്യു കുഴൽനാടൻ കയ്യേറിയെന്നാണ് വിശദമാക്കുന്നത്. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് ഒരു റിപ്പോർട്ടും കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഒരു വിജിലൻസിന്റെ തുടർ നടപടികൾക്കൊക്കെ തന്നെ നയിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. വിവരങ്ങളാണ് ജോസൽ സെബാസ്റ്റ്യൻ നൽകിയത്.